ഹായ് എല്ലാവർക്കും PSC PDയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യം, ബ്രയോഫിലം ഡയഗ്രമോണ്ടിയാനം റീപ്രൊഡ്യൂസസ് ബൈ. ഇപ്പം ബ്രയോഫിലം ഡയഗ്രമോണ്ടിയാനോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കള്ളിമുൾച്ചെടി പോലെയൊക്കെ ഉള്ളൊരു ഇലച്ചെടിയാണ് കേട്ടോ. അതിൻ്റെ പിക്ചറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെടി എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ബ്രയോഫിലം ഡയഗ്രമോണ്ടിയാനോ എന്ന് പറയുന്ന ആ ഒരു ചെടി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ബ്രയോഫിലം ഹാപ്പൻസ് ത്രൂ ദ ലീവ്സ്. അപ്പോൾ അതിൻ്റെ ഇലകളിലൂടെയാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ബ്രയോഫിലം ലീവ്സ് ഹാവ് ആക്സിഡൻ്റൽ ബഡ്സ് ദാറ്റ് എയ്ഡ് ഇൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. നമ്മുടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇലയുടെ സൈഡുകളിൽ ബഡ്സ് പോലെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഡ്സ് വഴിയാണ് ഇതിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. ബ്രയോഫിലം ഡയഗ്രമോണ്ടിയാനം റീപ്രൊഡ്യൂസസ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, 16ാമത്തെ ചോദ്യം, മാനിപ്പുലേഷൻ ഓഫ് DNA ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബിക്കെയിം പോസിബിൾ ഡ്യൂ ടു ദ ഡിസ്കവറി ഓഫ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മുടെ DNA മാനിപ്പുലേഷൻ സാധ്യമായത് എന്തിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് കേട്ടോ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തമാണ് എന്തിന് സഹായിക്കുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗിൽ DNA മാനിപ്പുലേഷന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആർ ബാക്ടീരിയൽ എൻസൈംസ് ദാറ്റ് ക്ലീവ് ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ എൻസൈമാണ്. അപ്പോൾ അതിന് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയൽ സെൽസ് ആൻഡ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ടു മാനിപ്പുലേറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA സച്ച് ദോസ് കണ്ടെയ്ൻ ജീൻസ്. അപ്പം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഐസൊലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ സെൽസിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ലബോറട്ടറിയിൽ. അപ്പോൾ അതെന്ത് ചെയ്യും? ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടത് ആ ഒരു എൻസൈം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തമാണ് എന്തിനു സഹായിക്കുന്നത്? മാനിപ്പുലേഷൻ ഓഫ് DNA ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. മാനിപ്പുലേഷൻ ഓഫ് DNA ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബിക്കെയിം പോസിബിൾ ഡ്യൂ ടു ദ ഡിസ്കവറി ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, 17ാമത്തെ ചോദ്യം, അബ്നോർമൽ വേരിയേഷൻ ഇൻ ദ സൈസ് ഓഫ് RBC ഈസ് നോൺ ആസ്. RBCയുടെ സൈസിൽ ഉണ്ടാകുന്ന അബ്നോർമൽ വേരിയേഷൻ, അതായത് യൂഷ്വലി നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള RBCക്കെല്ലാം സെയിം സൈസ് ആയിരിക്കും. പക്ഷേ RBCയുടെ സൈസിൽ വേരിയേഷൻ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? അനിസോസൈറ്റോസിസ്. ഓക്കെ, അബ്നോർമൽ വേരിയേഷൻ ഇൻ ദ സൈസ് ഓഫ് RBC ഈസ് നോൺ ആസ് അനിസോസൈറ്റോസിസ്. Anisocitosis is the medical term for having red blood cells that are unequal in size. Normally a person's RBCs should be roughly the same size. ഇപ്പം നോർമലി ഒരാളുടെ RBCക്ക് എല്ലാം ഒരേ സൈസ് ആയിരിക്കും. പക്ഷേ ഈ അനിസോസൈറ്റോസിസ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സൈസ് അൺഈക്വൽ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ അനീമിയ ആൻഡ് അതർ ബ്ലഡ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രക്തമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കണ്ടീഷൻസിലാണ് ഈ ഒരു RBCയുടെ സൈസ് ചേഞ്ച് വേരിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, അനീമിയ, വിളർച്ചയോ അല്ലെങ്കിൽ അതർ രക്ത കണ്ടീഷൻസൊക്കെ ഉള്ള സമയത്താണ് ഈ അനിസോസൈറ്റോസിസ് കാണുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. അബ്നോർമൽ വേരിയേഷൻ ഇൻ ദ സൈസ് ഓഫ് RBC ഈസ് നോൺ ആസ് അനിസോസൈറ്റോസിസ്. ഓക്കെ, 18ാമത്തെ ചോദ്യം, ഹൂ ഗേവ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ആരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് മുന്നോട്ട് വെച്ചത്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു എലമെൻറ്റ്സ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ വെയ്റ്റ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് വെയ്റ്റ് ഓഫ് ദ അതർ ആർ ഇൻ എ റേഷ്യോ ഓഫ് സം ഹോൾ നമ്പേഴ്സ്. അതായത് രണ്ട് മൂലകങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഭാരം മറ്റൊന്നിൻ്റെ നിശ്ചിത ഭാരവുമായി ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. അത് മുന്നോട്ട് വെച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഹൂ ഗേവ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്? ജോൺ ഡാൾട്ടൺ. ഓക്കെ, 19ാമത്തെ ചോദ്യം, വേർ ഡു സർട്ടൺ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് നോർമലി ഒക്കർ ഇൻ ഹ്യൂമൻ ബോഡി. സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് നോർമലി നമ്മുടെ മനുഷ്യശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സീക്കത്തിലാണ് കേട്ടോ. സീക്കം ഈസ് എ സ്പൗച്ച് വിത്തിൻ ദ പെരിറ്റോണിയം ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ ബിഗിനിങ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സീക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് സർട്ടൺ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേർ ഡു സർട്ടൺ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് നോർമലി ഒക്യൂർ ഇൻ ഹ്യൂമൻ ബോഡി? സീക്കം. ഓക്കെ, 20ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ pH ഓഫ് എ ലൈസോസോം. ലൈസോസോമിൻ്റെ pH എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈസോസോം എന്താണ്? നമ്മുടെ കോശത്തിനകത്തെ ഒരു ഓർഗനലാണ്. ഓക്കെ,
അപ്പോൾ വാട്ട് ഈസ് ദ pH ഓഫ് ലൈസോസോം? അസിഡിക് ഇൻ നേച്ചർ ആണ്. pH 4.5 മുതൽ 5 വരെയാണ് ലൈസോസോമിൻ്റെ pH എന്ന് പറയുന്നത്. എ ലൈസോസോം ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലെ ദാറ്റ് കണ്ടെയ്ൻസ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ലൈസോസോംസ് ആർ ഇൻവോൾവ് വിത്ത് വേരിയസ് സെൽ പ്രോസസ്സസ്. അപ്പോൾ ലൈസോസോം എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനലിലെയാണത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സെല്ലിൻ്റെ വേരിയസ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈസോസൈമിനകത്തുള്ള എൻസൈംസ് കേപ്പബിൾ ഓഫ് ബ്രേക്ക് ഡൗണിങ് ആൾ ടൈപ്സ് ഓഫ് ബയോളജിക്കൽ പോളിമേഴ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഈ ഒരു ഡൈജസ്റ്റീവ് എൻസൈംസിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ബയോളജിക്കൽ പോളിമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് അങ്ങനെയൊക്കെയുള്ള ബയോളജിക്കൽ പോളിമേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ലൈസോസോമിലുള്ള ഈ ഒരു എൻസൈംസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ pH ഓഫ് ലൈസോസോം? അസിഡിക് ഇൻ നേച്ചറാണ്. 4.5 മുതൽ 5 വരെയാണ് ലൈസോസോമിൻ്റെ pH. 21ാമത്തെ ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഒരു റീകോമ്പിനൻ്റ് വാക്സിൻ ആണ് കേട്ടോ. റീകോമ്പിനൻ്റ് വാക്സിൻ. അപ്പോൾ റീകോമ്പിനൻ്റ് വാക്സിൻസ് ആർ മെയ്ഡ് യൂസിങ് ബാക്ടീരിയൽ ഓർ ഈസ്റ്റ് സെൽസ് ടു മാനുഫാക്ചർ ദ വാക്സിൻ. അപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് സെൽസ് വെച്ചിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന വാക്സിൻസിനെയാണ് റീകോമ്പിനൻ്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാക്സിനുകൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാക്ടീരിയൽ സെൽസ് അല്ലെങ്കിൽ ഈസ്റ്റ് സെൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാക്സിൻ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ സ്മാൾ പീസ് ഓഫ് DNA ഈസ് ടേക്കൺ ഫ്രം ദ വൈറസ് ഓർ ബാക്ടീരിയം എഗെയിൻസ്റ്റ് വിച്ച് വാണ്ട് ടു പ്രൊട്ടക്ട് ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ദ മാനുഫാക്ചറിങ് സെൽസ്. അപ്പം ഏത് രോഗത്തിൻ്റെ ആണോ ആ ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒരു DNAയുടെ സ്മാൾ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വാക്സിൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെല്ലിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പം എന്ത് സംഭവിക്കും? നമുക്ക് ആ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഇതിനകത്ത് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റീകോമ്പിനൻ്റ് വാക്സിൻ ആണ്. ഓക്കെ, 22ാമത്തെ ചോദ്യം, റേഡിയൽ സിമെട്രി ഈസ് ഫൗണ്ട് ഇൻ. റേഡിയൽ സിമെട്രി കാണപ്പെടുന്നത് ഏതിലാണ്? കോഎലൻറ്ററേറ്റ ആൻഡ് എക്കിനോഡെർമേറ്റ. അപ്പോൾ ഈ ഒരു രണ്ട് ഫൈലത്തിലുള്ള ജീവികളിലാണ് ഈ റേഡിയൽ സിമെട്രി കാണപ്പെടുന്നത്. കോഎലൻറ്ററേറ്റ ആൻഡ് എക്കിനോഡെർമേറ്റ. കോഎലൻറ്ററേറ്റ എന്ന് പറഞ്ഞാൽ ടേം എൻകോപാസിങ് ദ അനിമൽ ഫൈല നിഡേറിയ ഉണ്ടല്ലോ, നിഡേറിയ, അതിൻ്റെ വേറൊരു പേരാണ് ഈ കോഎലൻറ്ററേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോറൽ അനിമൽസ്, അതുപോലെ തന്നെ ട്രൂ ജെല്ലീസ്, സീ അനിമോൺസ്, സീ പെൻസ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ജീവികളും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഈ കോഎലൻറ്ററേറ്റ എന്ന് പറയുന്ന അക്വാട്ടിക് അനിമൽസിനകത്താണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി. അതുപോലെ തന്നെ എക്കിനോഡെർമേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഫൈലം എക്കിനോഡെർമേറ്റ, അതും യൂഷ്വലി റേഡിയൽ ആയിരിക്കും അതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റാർ ഫിഷ്, ബ്രിട്ടിൽ സ്റ്റാർസ്, സീ അർച്ചിൻസ്, സാൻഡ് ഡോളേഴ്സ്, സീ കുക്കുംബർ, അങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ടല്ലോ, അതെല്ലാം ഈ എക്കിനോഡെർമേറ്റയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഫൈലത്തിനകത്തും റേഡിയൽ സിമെട്രിയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്ചറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് റേഡിയൽ സിമെട്രിയുടെയും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഡിവൈഡ്സ് ദ ബോഡി ഓഫ് ആൻ ഓർഗാനിസംസ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്, ദെൻ ദ സിമെട്രി ഈസ് റേഡിയൽ സിമെട്രി. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നമ്മുടെ സെൻട്രൽ ആക്സിസ് വഴി ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിനാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രം കട്ട് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് കിട്ടും. അതാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ 3 ടൈപ്സ് ഓഫ് ബോഡി പ്ലാൻ സിമെട്രി. ഇപ്പോൾ ബോഡി പ്ലാൻ സിമെട്രി അനുസരിച്ച് അനിമൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റേഡിയൽ സിമെട്രി ഉള്ളത്, ബൈലാറ്ററൽ സിമെട്രി ഉള്ളത്, അസിമെട്രി ഉള്ളത്. ഓക്കെ, അതിൽ റേഡിയൽ സിമെട്രി ഏതിനകത്തൊക്കെയാണ്? നമ്മുടെ കോഎലൻറ്ററേറ്റയ്ക്കും എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനകത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, 23ാമത്തെ ചോദ്യം, ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസസ് ദാറ്റ് എൻക്ലോസസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് കാൾഡ്. വൈറസസിൻ്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ കോട്ടിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉത്തരം ക്യാപ്സിഡ് ആണ് കേട്ടോ. ക്യാപ്സിഡ് ഈസ് ദ പ്രോട്ടീൻ ഷെൽ ഓഫ് എ വൈറസ് എൻക്ലോസിങ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ. ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഷെല്ലാണ് വൈറസിനെ എൻക്ലോസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിഡിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എ പ്രൈമർലി ഫംഗ്ഷൻ of the capsid is to protect the viral genome from environmental conditions and ultimately to deliver the genome to the interior of a homologous host cell. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ, ക്യാപ്സിഡിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്ട് ദ വൈറൽ ജീനോം, ആ ഒരു വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തിൽ നിന്നാണ്? എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, പാരിസ്ഥിതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചൂട്, തണുപ്പ്, അങ്ങനെയൊക്കെയുള്ള വൈറസിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് വരുന്നതിനനുസരിച്ച് ആ ഒരു വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് ഏതെങ്കിലും ഒരു
ഒരു ഹോമോലോഗസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ല്, ഒരു ആതിഥേയ ജീവിയെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് ഈ ഒരു വൈറസിനെ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും എന്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്, ക്യാപ്സിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഒരു വൈറസിൻ്റെ ജനിതക വസ്തുക്കളെ ഉൾക്കൊള്ളുന്ന പ്രോട്ടീൻ ഷെല്ലാണ് ഈ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറൽ ജീനോമിനെ നമ്മുടെ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഒരു ഹോമോലോഗസ് ഹോസ്റ്റിൻ്റെ സെല്ലിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അതിൻ്റെ ഒരു വൈറസിൻ്റെ ജീനോമിനെ എത്തിക്കുക, ഇതൊക്കെയാണ് ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 24ാമത്തെ ചോദ്യം, എ റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് വിബ്രിയോ കോളറയാണ് കേട്ടോ, വിബ്രിയോ കോളറ. അപ്പോൾ റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് വിബ്രിയോ കോളറ. കോളറ ഈസ് എ ബാക്ടീരിയൽ ഡിസീസ് യൂഷ്വലി സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. കോളറ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ അത് പടരുന്നതെന്ന് പറഞ്ഞാൽ മലിനമായിട്ടുള്ള ജലം ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത് പകരുന്നത്. ഓക്കെ, അപ്പോൾ ദ സ്റ്റൂൾ ഈസ് വാട്ടറി വിത്ത് ഫ്ലക്സ് ഓഫ് മസ്കസ് ആൻഡ് ഹാസ് അപ്പിയറൻസ് ഓഫ് വാട്ടർ ഇൻ വിച്ച് റൈസ് ഹാസ് ബീൻ വാഷ്ഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, കോളറയിലെ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ എന്തായിരിക്കും, മലം എന്ന് പറയുന്നത് വളരെ വെള്ളം പോലെ ആയിരിക്കും പോകുന്നത്, കഫമൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അരി കഴുകിയെടുത്ത വെള്ളം പോലെ ആയിരിക്കും മലം പോകുന്നതെന്നാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് വിബ്രിയോ കോളറയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് വിബ്രിയോ കോളറയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എല്ലാ ഡയേറിയൊക്കെ വരുന്നത് പോലെ ഭയങ്കര ലൂസായിട്ടായിരിക്കും മലമൊക്കെ പോകുന്നത്. മലമെന്നല്ല, ഈ അരി കഴുകിയ വെള്ളം പോലെ ആയിരിക്കും, കഫമൊക്കെ ചേർന്നിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ റൈസ് വാട്ടർ സ്റ്റൂൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് വിത്ത് വിബ്രിയോ കോളറ. ഓക്കെ, 25ാമത്തെ ചോദ്യം, വിച്ച് ഫേജ് ഈസ് യൂസ്ഡ് ഫോർ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്ക്. ഫേജ് ഡിസ്പ്ലേ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന ഫേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. M13 ആണ് കേട്ടോ, M13. അപ്പോൾ ഫേജ് ഡിസ്പ്ലേ ഈസ് എ ലബോറട്ടറി ടെക്നിക് ഫോർ ദ സ്റ്റഡി ഓഫ് പ്രോട്ടീൻ പെപ്റ്റൈഡ് ആൻഡ് പ്രോട്ടീൻ DNA ഇൻട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫേജ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ പ്രോട്ടീൻ പെപ്റ്റൈഡിൻ്റെ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ പ്രോട്ടീൻ DNAയുടെ ഇൻട്രാക്ഷൻസ് പഠിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയോ ഫേജ് ടു കണക്ട് പ്രോട്ടീൻസ് വിത്ത് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് എൻകോഡ്സ് ദം. അപ്പോൾ ബാക്ടീരിയോ ഫേസിലൊക്കെ ഈ ഒരു ഫേജുകൾ, പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പെപ്റ്റൈഡ്, പ്രോട്ടീൻ DNA ഫേജുകൾ ബാക്ടീരിയ ഫേജുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫേജ് ടെക്നിക്കാണ്, ലബോറട്ടറി ടെക്നിക്കാണ് ഈ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫേജാണ് M13 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേജ് ടെക്നിക്കിൻ്റെ ഒരു പിക്ചറാണ് ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർത്തിരിക്കുക, വിച്ച് ഫേജ് ഈസ് യൂസ് ഫോർ ഫേജ് ഡിസ്പ്ലേ ടെക്നിക്ക് M13 ആണ്. ഫേജ് ഡിസ്പ്ലേ ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റഡി ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ DNA ഇൻട്രാക്ഷൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എന്തിനാണ്? ബാക്ടീരിയ ഫേസുമായിട്ട് ഈ ഒരു പ്രോട്ടീൻസിൻ്റെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫേജ് ഡിസ്പ്ലേ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 26ാമത്തെ ചോദ്യം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ്, അതായത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആർ ഫിൽഡ് വിത്ത് നോൺ ഫ്ലെയിമബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അണ്ടർ എക്സ്ട്രീം പ്രഷർ. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറിനകത്ത് നോൺ ഫ്ലെയിമബിൾ ആയിട്ടുള്ള നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഫിൽ ചെയ്തിരിക്കുന്നത് എക്സ്ട്രീം പ്രഷറിനകത്ത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ 2 സ്പെസിഫിക് ഫയർ ക്ലാസസ്, ക്ലാസ് B ആൻഡ് ഇലക്ട്രിക്കൽ ഫയേഴ്സ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉപയോഗിക്കുന്നത് 2 ടൈപ്പ് ഫയർ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ഒന്ന് ക്ലാസ് B ഫയറും പിന്നെ ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കെടുത്തുന്ന ഉപകരണങ്ങൾ തീ പിടിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കൊണ്ട് ഇത് നിറഞ്ഞിരിക്കുന്നത്. കടുത്ത മർദ്ദത്തിലാണ് ഇതിനകത്ത് ഇത് നിറച്ചിരിക്കുന്നത് ഈ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിനകത്ത്. അതുപോലെ തന്നെ 2 തരം ഫയർ ക്ലാസ്സുകളിലേക്ക് വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് Bയും ഇലക്ട്രിക്കൽ ഫയേഴ്സിനും. ഓക്കെ, അപ്പം 26ാമത്തെ ചോദ്യം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഫയേഴ്സ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, 27ാമത്തെ ചോദ്യം, B സെൽസ് ആൻഡ് T സെൽസ് ആർ 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻവോൾവ്ഡ് ഇൻ
അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആണ് കേട്ടോ. അക്വേർഡ് ഇമ്മ്യൂണിറ്റി കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയാം. ഓക്കെ, ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയാം. അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അതിനെതിരെ നമ്മൾ ഒന്ന് ഡൗൺ ആയതിനു ശേഷം നമ്മുടെ ശരീരം അതിനെതിരെ ഒരു പ്രതിരോധ ശേഷി നേടിയെടുക്കും. അപ്പോൾ അതിനെയാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് സിംപിളി പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി സെൽസ് ആൻഡ് ടി സെൽസ് ആർ 2 types of cells involved in acquired immunity. Okay, acquired immune system is a subsystem of the immune system that is composed of specialized systematic cells and processes that eliminate pathogens or prevent their ഗ്രോത്ത്. അപ്പോൾ അക്യൂർഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു സബ്സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റമാറ്റിക് സെൽസ് ആണുള്ളത്. ഏത് സെൽസ്? ബി സെൽസും ടി സെൽസും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? എലിമിനേറ്റ് പത്തോജൻസ് ഓർ പ്രിവെൻറ്റ് ദെയർ ഗ്രോത്ത്. ഒന്നുകിൽ പത്തോജൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതായത് ബാക്ടീരിയ അങ്ങനെയൊക്കെയുള്ള പത്തോജൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ തടയുന്നു. അതാണ് ഇവർ ചെയ്യുന്നത്. ആര്? ബി സെൽസും ടി സെൽസ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് സിസ്റ്റമാറ്റിക് സെൽസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബി സെൽസ് ആൻഡ് ടി സെൽസ് ആർ 2 types of cells ഇൻവോൾവ്ഡ് ഇൻ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിനകത്താണ് അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 28ാമത്തെ ചോദ്യം. റിമൂവൽ ആൻഡ് കില്ലിംഗ് ഓഫ് ആൾ മൈക്രോ ഓർഗാനിസംസ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ. റിമൂവൽ ആൻഡ് കില്ലിംഗ് ഓഫ് ആൾ മൈക്രോ ഓർഗാനിസംസ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസേഷൻ. എല്ലാ മൈക്രോ ഓർഗാനിസംസിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ കില്ലിങ്ങിനെ പറയുന്ന പേരാണെന്ത്? ആ ടെക്നിക്കിനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? സ്റ്റെറിലൈസേഷൻ. റിമൂവൽ ആൻഡ് കില്ലിംഗ് ഓഫ് ആൾ മൈക്രോ ഓർഗാനിസംസ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസേഷൻ. Sterilization refers to any process that removes, kills or deactivates all forms of life and other biological agents such as prions present in on or a specific surface object or fluid. ഒരു സ്പെസിഫിക് സർഫസിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് എന്താണ് ബയോളജിക്കൽ ഏജൻസിനെയും റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ റെഫേഴ്സ് ടു എനി പ്രോസസ് ദാറ്റ് റിമൂവ്സ്, കിൽസ് ഓർ ഡീആക്ടിവേറ്റ്സ് ആൾ ഫോംസ് ഓഫ് ലൈഫ് ആൻഡ് അതർ ബയോളജിക്കൽ ഏജൻറ്റ്സ് സച്ച് as prions present in or on a specific surface object or fluid. Sterilizations can be achieved through various means including heat, chemicals, irradiation, high pressure and filtration. അപ്പോൾ സ്റ്റെറിലൈസേഷൻ അച്ചീവ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സ് ആണ് എന്ത്? ഹീറ്റ്, ചൂടാക്കൽ, കെമിക്കൽസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഇറേഡിയേഷൻ, ഹൈ പ്രഷർ, ഫിൽട്രേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഓക്കെ, 29. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് RBC ഇൻ യൂറിൻ ഈസ് കാൾഡ്. RBC, യൂറിനിൽ RBCയുടെ അളവ് കൂടുന്നതിനെ പറയുന്നതാണ് ഹെമറ്റൂറിയ എന്ന് പറയുന്ന കണ്ടീഷനാണത് കേട്ടോ. ഹെമറ്റൂറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. രക്തത്തിൻ്റെ സാന്നിധ്യം, യൂറിനിൽ രക്തത്തിൻ്റെ സാന്നിധ്യമാണ് ഹെമറ്റൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് RBC ഇൻ യൂറിൻ ഈസ് കാൾഡ് ഹെമറ്റൂറിയ. ഹെമറ്റൂറിയ ഈസ് ദ പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ എ പേഴ്സൺസ് യൂറിൻ. ഒരാളുടെ മൂത്രത്തിൽ ബ്ലഡിൻ്റെ പ്രസൻസാണ് ഹെമറ്റൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഗ്രോസ് ഹെമറ്റൂറിയ പ്രൊഡ്യൂസസ് പിങ്ക് ഓർ റെഡ് കളേർഡ് യൂറിൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഹെമറ്റൂറിയ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? രക്തത്തിൻ്റെ മൂത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് RBC ഇൻ യൂറിൻ ഈസ് കാൾഡ് ഹെമറ്റൂറിയ. 30ാമത്തെ ചോദ്യം. മോസ്റ്റ് ഐഡിയൽ ആൻറ്റി കൊയാഗുലൻ്റ് ഫോർ വിൻഡ്രോബ്സ് മെത്തേഡ് ഓഫ് PCV ഡിറ്റർമിനേഷൻ. മോസ്റ്റ് ഐഡിയൽ ആൻറ്റി കൊയാഗുലൻ്റ് PCV ഡിറ്റർമിനേഷന് ഉപയോഗിക്കുന്ന വിൻഡ്രോബ്സ് മെത്തേഡിൽ മോസ്റ്റ് ഐഡിയലായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ഏതാണ്? ഡബിൾ ഓക്സാലേറ്റ് ആണ്. ഡബിൾ ഓക്സാലേറ്റ്. PCV എന്ന് പറഞ്ഞാൽ പാക്ഡ് സെൽ വോളിയം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പാക്ഡ് സെൽ വോളിയം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻസ് പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. RBCയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, പെർസെൻറ്റേജ് നമ്മുടെ ഹോൾ ബ്ലഡിൽ RBCയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ PCV, പാക്ഡ് സെൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയും. ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോൾ ബ്ലഡിൽ എത്രമാത്രം റെഡ് ബ്ലഡ് സെൽസിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വിൻഡ്രോബ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ആൻറ്റി കൊയാഗുലൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡബിൾ ഓക്സാലേറ്റ് ആണ്. പൊട്ടാസ്യം ഓക്സാലേറ്റ് ആൻഡ് അമോണിയം ഓക്സാലേറ്റ് ആർ യൂസ്ഡ് ടുഗദർ ഇൻ എ റേഷ്യോ 2:3. ദിസ് ഈസ് ഡൺ ടു കൗണ്ടർ ദ സ്വെല്ലിംഗ് എഫക്റ്റ് ഓഫ് അമോണിയം ഓക്സാലേറ്റ് ആൻഡ് ഷ്രിങ്കേജ് എഫക്റ്റ് ഓഫ് പൊട്ടാസ്യം ഓക്സാലേറ്റ് ഓൺ RBC. അപ്പം ഇത് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ഓക്സാലേറ്റും അമോണിയം ഓക്സാലേറ്റും 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഡബിൾ ഓക്സാലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ദിസ് ഈസ് ഡൺ ടു കൗണ്ടർ ദ സെല്ലിംഗ് എഫക്റ്റ് ഓഫ് അമോണിയം ഓക്സാലേറ്റ് ആൻഡ് ഷ്രിങ്കേജ് എഫക്റ്റ് ഓഫ് പൊട്ടാസ്യം ഓക്സാലേറ്റ്. സെല്ലിംഗ് എഫക്റ്റ് RBCയുടെ ഇപ്പം അമോണിയം ഓക്സാലേറ്റ് മാത്രമാണെങ്കിൽ ഷ്രിങ്കേജ് എഫക്റ്റ് ഉണ്ടാവും, സ്വെല്ലിംഗ് എഫക്റ്റ് ഉണ്ടാവും.
പൊട്ടാസ്യം ഓക്സാലേറ്റ് മാത്രമാണെങ്കിൽ ഷ്രിങ്കേജ് എഫക്റ്റ് ഉണ്ടാകും. അത് രണ്ടും ഓവർകം ചെയ്യാനായിട്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഐഡിയൽ ആൻറ്റി കൊയാഗുലൻ്റ് ഫോർ വിൻഡ്രോപ്സ് മെത്തേഡ് ഓഫ് PCV ഡിറ്റർമിനേഷൻ ഡബിൾ ഓക്സാലേറ്റ് ആണ്. അപ്പം ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ പാക്ഡ് സെൽ വോളിയം PCV എന്ന് പറയുന്നത്, PCV പാക്ഡ് സെൽ വോളിയം. അപ്പോൾ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആണ് ഇൻ ഹോൾ ബ്ലഡ്. നമ്മുടെ ഹോൾ ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ പെർസെൻറ്റേജ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണിത്. അപ്പോൾ നോർമൽ വാല്യൂ ഫോർ മെൻ എന്ന് പറയുന്നത് 42 മുതൽ 52% ആണ്. RBCയുടെ പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ്? 42 മുതൽ 52 വരെയാണ്. വുമണിനാണെങ്കിൽ 37 മുതൽ 47 വരെയാണ് RBCയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ന്യൂ ബോൺ ബേബീസിനാണെങ്കിൽ RBC കൂടുതലായിരിക്കും, 53 മുതൽ 65% വരെ ആയിരിക്കും. അപ്പോൾ ലോ PCV ഇൻഡിക്കേറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് അനീമിയ, ലുക്കീമിയ പോലുള്ള കണ്ടീഷൻസാണ് ലോ PCV പാക്ഡ് സെൽ വോളിയം. അതായത് RBCയുടെ പെർസെൻറ്റേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീമിയ, ലുക്കീമിയ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഹൈ PCV ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ, പോളിസൈത്തീമിയ, ഹൈ ആൾട്ടിറ്റ്യൂഡ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസാണ് അതിനകത്ത് കാണിക്കുന്നത്. ഹൈ PCV ആണെങ്കിൽ ഏതൊക്കെയാണ്? ഡീഹൈഡ്രേഷനും പോളിസൈത്തീമിയയും ഒക്കെയാണ് കാണിക്കുന്നത്. ലോ PCV അതായത് നമ്മുടെ RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? അനീമിയ, ലുക്കീമിയ പോലുള്ള കണ്ടീഷൻസിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണിത്. സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. വളരെ നല്ലതിന് നേരുന്നു. താങ്ക് യു.